നീറ്റ് യു.ജി. പുനഃപരീക്ഷ മറ്റന്നാളാണ്. 22 ലക്ഷം കുട്ടികൾ വീണ്ടും പരീക്ഷ എഴുതും. അതീവ സുരക്ഷയിലാണ് പരീക്ഷാ കേന്ദ്രങ്ങൾ. അതേസമയം പുനഃപരീക്ഷയുടെ പശ്ചാത്തലത്തിൽ ടെലിഗ്രാമിന് വിലക്കേർപ്പെടുത്തിയതിനെതിരെയുള്ള ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി വിധി പറയും. കൂടുതൽ വിവരങ്ങൾ എന്താണ് വിനിത? മൾട്ടി ലെയർ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിരിക്കുന്നത്. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിലും അത്തരത്തിലേക്കുള്ള വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കേന്ദ്രസേന, പോലീസ് ഇങ്ങനെ ഈ സെന്ററുകൾക്ക് പുറത്ത് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുകയും ഇതുവരെ സ്വീകരിച്ച നടപടികളെല്ലാം തന്നെ അവലോകനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഇന്നലെ NTA തന്നെ അറിയിച്ചിരിക്കുകയാണ്, ഈ പരീക്ഷാ ഷെഡ്യൂളിൽ യാതൊരു തരത്തിലുള്ള മാറ്റവുമില്ല. വിദ്യാർത്ഥികൾ അനാവശ്യമായിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന പ്രചരണങ്ങളിൽ വിശ്വസിക്കരുത് എന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചിട്ടുമുണ്ട്. ഒപ്പം തന്നെ ഇത്തവണ ചോപ്പറിലാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ തന്നെ വിമാനത്തിൽ എല്ലാ മേഖലകളിലേക്കും എല്ലാ സെന്ററുകളിലേക്കും എത്തിച്ചിട്ടുമുണ്ട്. ഏതാണ്ട് 200-ലധികം സെന്ററുകളിൽ ഇതിനോടകം തന്നെ ഈ സുരക്ഷാ നടപടികളുടെ ഭാഗമായി വലിയ സുരക്ഷാ ക്രമീകരണത്തോടു കൂടി തന്നെയാണ് ഈ ചോദ്യപേപ്പറുകൾ എത്തിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികളൊക്കെ തന്നെ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. ഒപ്പം SKN സൂചിപ്പിച്ചതുപോലെ ഈ ടെലിഗ്രാമിനെതിരെ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ വിലക്ക് അത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ടെലിഗ്രാമിന്റെ ഹർജി ഇന്നലെ ഡൽഹി ഹൈക്കോടതി പരിഗണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു വിശദീകരണം, ഈ ടെലിഗ്രാം പ്ലാറ്റ്ഫോമിനെ സംബന്ധിച്ചിടത്തോളം അതൊരു കുറ്റകൃത്യങ്ങളുടെ പ്ലാറ്റ്ഫോം എന്ന രീതിയിൽ തന്നെയാണ് മാറിയിരിക്കുന്നത്. അവിടെ നിരവധി ഭീകരവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, കുറ്റവാളികൾ അവിടെയുണ്ട്. നേരത്തെ തന്നെ ഈ ചോദ്യപേപ്പർ ചോരുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നതിന് പിന്നാലെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു നിർദ്ദേശം ടെലിഗ്രാമിന് നൽകിയിട്ടുണ്ടായിരുന്നുവെങ്കിലും അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ ടെലിഗ്രാമിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി. അതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു താൽക്കാലിക വിലക്ക് ടെലിഗ്രാമിന് ഏർപ്പെടുത്തിയതെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതേസമയം ഈ ചോദ്യപേപ്പർ ചോർന്നത് ടെലിഗ്രാമിലൂടെ അല്ല എന്നും ടെലിഗ്രാമിലൂടെ വന്ന ചോദ്യപേപ്പറുകൾ വ്യാജമാണെന്നുമായിരുന്നു ടെലിഗ്രാമിന്റെ വാദം. ഇക്കാര്യങ്ങളിൽ ഇന്നലെ കോടതി വിശദമായിട്ടുള്ള വാദം കേട്ടിട്ടുണ്ടായിരുന്നു. ഡൽഹി ഹൈക്കോടതി ഇതിൽ ഇന്ന് രാവിലെ 10:30 വിധി പറയുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.